കൊച്ചി കുണ്ടന്നൂരിൽ തോക്കു ചൂണ്ടി 80 ലക്ഷം രൂപ കവർന്ന കേസിന്റെ അന്വേഷണം ഒടുവിൽ എത്തി നിൽക്കുന്നത് പണം ഇരട്ടിപ്പിക്കൽ സംഘത്തിലേക്ക്. കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ കൊച്ചിയിലെ അഭിഭാഷകൻ. യുവതി ഉൾപ്പെടുന്ന സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. തോക്കു ചൂണ്ടി 80 ലക്ഷം രൂപ കവർന്ന കേസിൽ 7 പേർ ഇതുവരെയും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. മോഷണത്തിന്റെ സൂത്രധാരൻ കൊച്ചിയിലെ അഭിഭാഷകൻ നിഖിൽ നരേന്ദ്രനാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ചേരാനല്ലൂർ സ്വദേശി ആസിഫ് ഇക്ബാൽ, പള്ളുരുത്തി സ്വദേശിനിയായ ബുഷാവ, സജി, ഇയാൾക്കൊപ്പം ഇടപാടിനെത്തിയ വിഷ്ണു എന്നിവർ ഉൾപ്പെടെ 7 പേരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത്. മുഖംമൂടി ധരിച്ച് മോഷണം നടത്തിയ 3 പേർക്കായി തെരച്ചിൽ ഊർജിതമാണ്. ഇതുവരെയും പിടിയിലായവരെല്ലാം പണം ഇരട്ടിപ്പിക്കൽ സംഘത്തിന്റെ ഭാഗമെന്നും പോലീസ് പറയുന്നു. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, തുടക്കത്തിൽ തന്നെ ഈ പണം ഇരട്ടിപ്പിക്കൽ സംഘമാണ് ഈ കവർച്ചയ്ക്ക് പിന്നിലെന്ന കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നു. വടുതല സ്വദേശി സജിയാണ് മുഖ്യ സൂത്രധാരനെന്നായിരുന്നു തുടക്കത്തിൽ പോലീസിന്റെ ഒരു നിഗമനം. പക്ഷേ ഈ അന്വേഷണം എത്തി ഇപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ അഭിഭാഷകനായിട്ടുള്ള നിഖിൽ നരേന്ദ്രനിലേക്കാണ്. അതോടൊപ്പം ഒരു യുവതിയും ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട്. നിലവിൽ ഈ പോലീസ് അറസ്റ്റ് ചെയ്ത 7 പേരിൽ ഈ കവർച്ചാ സംഘത്തിൽ ഉൾപ്പെട്ട, അതായത് കൃത്യത്തിൽ ഏർപ്പെട്ട ആളുകളുമുണ്ടോ? എന്താണ് പോലീസിന്റെ ഏറ്റവും ഒടുവിൽ പോലീസ് നൽകുന്ന വിവരങ്ങൾ? ടൊമിന്തോ, തോക്ക് ചൂണ്ടി അവിടെ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് 80 ലക്ഷം രൂപ തട്ടിയെടുത്ത 3 അംഗ സംഘമുണ്ട്. അവർക്കായി ഇപ്പോഴും തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇവർ ഉപയോഗിച്ചിരുന്ന 2 കാറുകൾ, ഒരു റിറ്റ്സ് കാർ ഉൾപ്പെടെ 2 എണ്ണം ഇന്നലെ തൃശ്ശൂരിൽ നിന്നും പോലീസിന് കണ്ടെത്താനും സാധിച്ചിട്ടുണ്ട്. ഒപ്പം 20 ലക്ഷം രൂപ ഈ പ്രതികളിൽ ഒരാളായിട്ടുള്ള വ്യക്തിയുടെ സുഹൃത്തിന്റെ പക്കൽ നിന്നും അന്വേഷണ സംഘത്തിന് കിട്ടി. ആ സുഹൃത്തിന് 20 ലക്ഷം രൂപ ഈ പിടിയിലായ ഈ കൊള്ള സംഘത്തിലെ ഒരാൾ സുഹൃത്തിന് കൈമാറുകയായിരുന്നു. തന്റെ കാറിൽ സൂക്ഷിക്കാനായിരുന്നു നിർദ്ദേശം നൽകിയത്. ഇതേ തുടർന്ന് അപ്പോൾ ആ സുഹൃത്തിന് സംശയമൊന്നും തോന്നിയിരുന്നില്ല. പിന്നീട് മാധ്യമങ്ങളിലൂടെയൊക്കെ വാർത്ത വന്നതോടെയാണ് ഈ സുഹൃത്തിന് കാര്യം മനസ്സിലാക്കുകയും ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിച്ച് ഈ പണം കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ബാക്കി പണം എപ്പോഴും എവിടെയാണെന്നും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് മുഖംമൂടി ധരിച്ചെത്തിയ ഈ മോഷ്ടിച്ച ആളുകളുടെ കയ്യിൽ തന്നെയാണ് എന്ന വിശ്വാസത്തിലാണ് അന്വേഷണ സംഘം. അവരെയും ഉടൻ പിടികൂടുമെന്ന് അറിയുന്നു. എന്തായാലും 7 പേരുടെ അറസ്റ്റാണ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 5 പേരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി 2 പേരും ഇപ്പോഴും അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇന്ന് വൈകിട്ടോടുകൂടിയായിരിക്കും അവരെയും കോടതിയിൽ ഹാജരാക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഒരു ഈ കേസുമായി ബന്ധപ്പെട്ട മുഖ്യ സൂത്രധാരൻ ആരാണെന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാകുകയായിരുന്നു. ഇത് എങ്ങനെയാണ് ഈ സുബിന് ഈ പണം നൽകിയാൽ ഇവർ ഏത് വിധത്തിലാണ് ഇത് ഇരട്ടിപ്പിക്കുന്നത്, ഇതിന് പിന്നിൽ മറ്റാളുകളുണ്ടോ എന്നൊക്കെ പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും അന്വേഷണ സംഘം പറയുന്നത് പ്രകാരം എറണാകുളം ജില്ലാ കോടതിയിലെ അഭിഭാഷകനായിട്ടുള്ള നിഖിൽ നരേന്ദ്രനാഥാണ് ഇതിന്റെ മുഖ്യ സൂത്രധാരൻ എന്നാണ്. ഇയാൾ ഇതുപോലെ മുൻപും ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ, ആളുകളിൽ നിന്നും പണം പറ്റിച്ചിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷണ സംഘം ആ ഒരു രീതിയിലുള്ള അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ചേരാനല്ലൂർ സ്വദേശിയായ ആസിഫ് ഇക്ബാൽ, പള്ളുരുത്തി സ്വദേശിനിയായ ബുഷാവ, സജി. ഒപ്പം ഈ സജി ആയിരുന്നു ഈ സുബിനുമായി ആദ്യം പരിചയപ്പെടുകയും സജിയും സുബിനും തമ്മിലായിരുന്നു ഈ ഒരു സാമ്പത്തിക ഇടപാട് ആദ്യം നടന്നത്. 80 ലക്ഷം രൂപ നൽകി പണം ഇരട്ടിപ്പിച്ചു നൽകാമെന്ന് സജി ആയിരുന്നു ഈ സ്റ്റീൽ കമ്പനി ഉടമയായിട്ടുള്ള സുബിനോട് പറഞ്ഞ് വാഗ്ദാനം നൽകി പറ്റിക്കുകയും ഈ പണം ഈ സ്ഥാപനത്തിൽ വെച്ച് എണ്ണുന്നതിനിടയിലാണ് ഈ തീർച്ചയായും അതാണ് നവമി. കാരണം ഈ സജിക്ക് മാത്രം അറിവുള്ള കാര്യമാണ് സുബിന്റെ കൈവശം 80 ലക്ഷം രൂപയുണ്ട് എന്ന്. സുബിനും സജിയും തമ്മിലായിരുന്നു ഈ ഇടപാടുകൾ, ഈ ചർച്ചകൾ നടന്നത്. പിന്നീട് പക്ഷേ ഇതെങ്ങനെയാണ് ഈ കേസിന്റെ അന്വേഷണത്തിൽ ഈ അഭിഭാഷകൻ നിഖിൽ നരേന്ദ്രൻ ഇതിൽ പങ്കുണ്ടെന്ന്, ഇയാളാണ് മുഖ്യ സൂത്രധാരനെന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞത്? കാരണം നമുക്കറിയാം, നിയമം കൃത്യമായി അറിയാവുന്നവരാണ് അഭിഭാഷകർ, അതിൻ്റെ ഗൗരവം അറിയാവുന്നവരാണ്. പക്ഷേ ഒരു അഭിഭാഷകൻ തന്നെ ഇതുപോലുള്ള ഒരു കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുന്നു, അതും തോക്കു ചൂണ്ടിയ ഒരു കവർച്ചയ്ക്ക് കൂട്ടുനിൽക്കുന്നു. ഇത് ആദ്യത്തെ സംഭവമായി കാണാൻ കഴിയില്ല എന്ന് തന്നെ കരുതണം, അല്ലേ? കാരണം ഇതിന് മുൻപും സമാനമായ രീതിയിൽ ഇവർ ഒരു പക്ഷേ പണം ഇരട്ടിപ്പിച്ചിട്ടുണ്ടാകാം, ഇതേ രീതിയിൽ പണം തട്ടിയെടുത്തിട്ടുണ്ടാകാം. ആ ഒരു തലങ്ങളിലേക്ക്
പോലീസിന് അന്വേഷണം എത്തിയിട്ടുണ്ടോ? ഈ സുബിന്റെ സ്ഥാപനത്തിലെത്തി സജി പണം വാങ്ങുന്നതിന് വേണ്ടി എത്തുമ്പോൾ സജിക്കൊപ്പം വിഷ്ണു എന്നുള്ളൊരു വ്യക്തി കൂടി, ഒരു യുവാവ് കൂടി ഉണ്ടായിരുന്നു. ഈ വിഷ്ണുവിനെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ഈ സംഭവം ഉണ്ടായി വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് മുഖംമൂടി സംഘം കടന്നു കളഞ്ഞപ്പോൾ ഈ ജീവനക്കാരും സുബിനും കൂടി ചേർന്നാണ് ജിജോയെയും വിഷ്ണുവിനെയും സജിയെയും പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചത്. ആ സമയത്ത് തന്നെ പോലീസ് ഇവരിൽ നിന്ന് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലുകൾക്കൊടുവിലാണ് ഈ അഭിഭാഷകനിലേക്ക് ഒരു സൂചന പോലും അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. പിന്നീട് ഇവരുടെ ഫോൺ ലിസ്റ്റുകൾ അടക്കം പരിശോധിച്ചു. ഇതിൽ നിന്നൊക്കെയാണ് ഈ അഭിഭാഷകനായിട്ടുള്ള നിഖിലിലേക്ക് അന്വേഷണ സംഘം എത്തി. ഉടനെ നിഖിലിനെ പിടികൂടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. ഇനി അന്വേഷണ സംഘത്തിന് അറിയേണ്ടത് ഇവർ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അഭിഭാഷകനാണ്. ഇതിന്റെ നിയമവശങ്ങളെ കുറിച്ച് അറിയാം. പോലീസ് എന്തായാലും ഇത്രയും വലിയ, അതും പട്ടാപ്പകൽ ഒരു സ്ഥാപനത്തിലെത്തി അവിടെ തോക്ക് ചൂണ്ടി കൊള്ളയടിക്കുമ്പോൾ സ്വാഭാവികമായും പോലീസാവും ഇത് പരാതി ഉണ്ടാകും, അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തുമെന്ന് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. നിയമവശങ്ങളെല്ലാം അറിയാവുന്ന ഒരാൾ കൂടിയാണ് ഈ അഭിഭാഷകനായിട്ടുള്ള നിഖിൽ. അപ്പോൾ നിഖിൽ ഇത്തരത്തിലുള്ള ഈ ഒരു ക്രിമിനൽ ഒരു ക്രൈം ചെയ്യുമ്പോൾ മുൻപും ഇത് ചെയ്തിട്ടുണ്ടാകും എന്ന് തന്നെയാണ് അന്വേഷണ സംഘവും വിശ്വസിക്കുന്നത്. അതിന്റെ ബാക്കിയായി തന്നെ ഇവിടെയും അത് പരീക്ഷിച്ചതായി കൂടെ എന്നുള്ള നിഗമനത്തിലാണ് അന്വേഷണ സംഘം നിൽക്കുന്നത്. പക്ഷെ അതിലൊന്നും ഇപ്പോൾ വ്യക്തത കൈവന്നിട്ടില്ല. കൂടുതൽ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ മുഖംമൂടി സംഘത്തെ കൂടി പിടികൂടണം. ഇവരുടെ പക്കലുള്ള പണം കണ്ടെത്തിയാൽ മാത്രമേ, ഇവരുടെ തോക്ക്, അങ്ങനെ നിരവധി തെളിവുകൾ ശേഖരിക്കണം. എങ്കിൽ മാത്രമേ, അവരെയും വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിനു മുൻപും ഇവർ ഇതുപോലത്തുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പിടിയിലായ ആളുകളെല്ലാം തന്നെ ഇതിന്റെ ആസൂത്രകരാണെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഈ തട്ടിപ്പ് നടത്തിയ, അതായത് മുഖംമൂടി സംഘങ്ങളിൽ ആരും തന്നെ പിടികൂടിയിട്ടില്ല. തീർച്ചയായും, കാരണം അങ്ങനെയെങ്കിൽ ഈ മുഖംമൂടി സംഘത്തെ കണ്ടെത്തണം. അവർ സഞ്ചരിച്ച കാറ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ഇവർ എവിടെയുണ്ടെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? സംസ്ഥാനം വിടാനുള്ള സാധ്യതയുണ്ടോ നവമി? അവരുടെ പുറകിൽ തന്നെയാണ് അന്വേഷണ സംഘം എന്നാണ് ACP രാജ്കുമാർ വ്യക്തമാക്കിയത്. അവരെവിടെയാണെന്നതിൽ ചില സൂചനകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പുറത്തു പറയാൻ, മാധ്യമങ്ങളടക്കം പുറത്തു വന്നു കഴിഞ്ഞാൽ ഇവർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലായതിനാൽ അക്കാര്യമെല്ലാം അതീവ ഗൗരവത്തോടുകൂടി തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 7 പ്രതികളെ ഇതിനോടകം തന്നെ പിടികൂടി. 3 പേരെ നേരത്തെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ബാക്കിയുള്ളവരെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് പിടികൂടി മരട് സ്റ്റേഷനിൽ എത്തിച്ച് അതിൽ 5 പേരെ റിമാൻഡ് ചെയ്തിട്ടുമുണ്ട്. ബാക്കിയുള്ളവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. അവരിൽ നിന്നും കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനുണ്ട് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതുകൂടി കിട്ടിക്കഴിഞ്ഞാലായിരിക്കും മുഖംമൂടി സംഘത്തിലേക്ക് വരെ അന്വേഷണ സംഘം എത്തുക. എന്തായാലും ഈ ഒരു പ്രത്യേക സംഘം അവർക്ക് പിന്നാലെ തന്നെയുണ്ട്, മുഖംമൂടി സംഘത്തിന് പിന്നാലെയുണ്ട്. അവർ ഉപേക്ഷിച്ച കാറ് കണ്ടെത്തിയിട്ടുണ്ട്, 20 ലക്ഷം രൂപ കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കി തുകയും തോക്കും ഒപ്പം ഈ 3 പേരെയും കൂടി ഉടനെ തന്നെ പിടികൂടുമെന്ന് തന്നെയാണ് മരട് പോലീസിലെ സംഘങ്ങൾ വ്യക്തമാക്കുന്നത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി കുണ്ടന്നൂരിൽ തോക്കു ചൂണ്ടി 80 ലക്ഷം രൂപ കവർന്ന കേസിൽ അതിൻ്റെ മുഖ്യ സൂത്രധാരൻ കൊച്ചിയിലെ അഭിഭാഷകൻ എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. നിലവിൽ 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുഖംമൂടി സംഘത്തെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഊർജിതമാണ്.